നമസ്തേ IPL ആവശ്യത്തിലേക്ക് സ്വാഗതം. IPLിൽ തോൽവികൾ തുടർക്കഥയാക്കി മുംബൈ ഇന്ത്യൻസ്. ഇന്നലെ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് പരാജയപ്പെട്ടതോടെ മുംബൈയുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ അവസാനിച്ചു. ഈ സീസണിലെ മുംബൈയുടെ 8ാം പരാജയമാണിത്. അതേസമയം പ്ലേ ഓഫ് പ്രതീക്ഷകൾ നിലനിർത്താൻ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ടീമുകൾ ഇറങ്ങും. IPL ആവശ്യത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. IPLിൽ തോൽവികൾ തുടർക്കഥയാക്കി മുംബൈ ഇന്ത്യൻസ്. സ്വന്തം മൈതാനത്ത് നടന്ന മത്സരത്തിൽ കൊൽക്കത്തയ്ക്കെതിരെ 24 റൺസിന്റെ പരാജയമാണ് മുംബൈ ഏറ്റുവാങ്ങിയത്. 8ാം തോൽവിയാണ് മുംബൈയുടെ സീസണിലേത്. പരാജയത്തോടെ മുംബൈയുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ അവസാനിച്ചു. IPLിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ 24 റൺസിന്റെ പരാജയമാണ് മുംബൈ ഇന്ത്യൻസ് ഏറ്റുവാങ്ങിയത്. 170 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ മുംബൈയുടെ സ്കോർ 145 റൺസിൽ അവസാനിച്ചു. വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ കൊൽക്കത്തയുടെ സ്കോർ 169 റൺസിൽ അവസാനിച്ചു. അർദ്ധ സെഞ്ചുറി നേടിയ വെങ്കിടേഷ് അയ്യറും മനീഷ് പാണ്ഡെയുടെ മികച്ച ഇന്നിംഗ്സുമാണ് കൊൽക്കത്തയെ ഭേദപ്പെട്ട സ്കോറിലേക്ക് നയിച്ചത്. മുംബൈക്ക് വേണ്ടി നുവാൻ തുഷാര, ജസ്പ്രീത് ബുംറ എന്നിവർ 3 വിക്കറ്റ് വീതം വീഴ്ത്തി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ മുംബൈ ഇന്ത്യൻസിന് നല്ല തുടക്കമല്ല ലഭിച്ചത്. കൊൽക്കത്തയുടെ സ്കോർ പിന്തുടർന്നിറങ്ങിയ മുംബൈ ബാറ്റ്സ്മാൻമാർ വേഗം തന്നെ കൂടാരം കയറി. അർദ്ധ സെഞ്ചുറി നേടിയ സൂര്യകുമാറിൽ മാത്രമായിരുന്നു മുംബൈയുടെ പ്രതീക്ഷ. എന്നാൽ സൂര്യ പുറത്തായതോടെ ആ പ്രതീക്ഷയും അസ്തമിച്ചു. 4 വിക്കറ്റ് എടുത്ത ഓസ്ട്രേലിയൻ പേസർ മിച്ചൽ സ്റ്റാർക്കാണ് മുംബൈയുടെ നടുവൊടിച്ചത്. സ്പോർട്സ് ഡെസ്ക്, ജനം. ഏതായാലും ഇന്നലത്തെ മത്സരത്തിൽ മുംബൈ കൊൽക്കത്തയോട് 24 റൺസിന്റെ പരാജയമാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. എന്തായാലും മുംബൈയുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ ഏതാണ്ട് അസ്തമിച്ചു എന്ന് തന്നെ നമുക്ക് ഈ സാഹചര്യത്തിൽ പറയാൻ സാധിക്കും. കാരണം മുംബൈയുടെ ഈ സീസണിലെ 8ാമത്തെ തോൽവിയാണ്. എന്തിനായാലും ഇന്നലത്തെ മത്സരത്തിന്റെ വിശദ വിവരങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കാൻ BCCI മാച്ച് റഫറിയും ക്രിക്കറ്റ് നിരീക്ഷകനുമായ P. രംഗനാഥൻ ചേരുന്നുണ്ട്. സാർ, അപ്പോൾ ഇന്നലത്തെ ഒരു മത്സരം പരിശോധിക്കുകയാണെങ്കിൽ മുംബൈ വീണ്ടും പരാജയപ്പെട്ടു. അവർ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണ്. മാത്രമല്ല കൊൽക്കത്തയെ സംബന്ധിച്ചിടത്തോളം അവർ വിജയത്തോടെ 2ാം സ്ഥാനത്ത്. അവർ പ്ലേ ഓഫ് പ്രതീക്ഷകൾ വീണ്ടും സജീവമാക്കി കഴിഞ്ഞു. അപ്പോൾ ഇന്നലത്തെ മത്സരത്തിനെ ഏത് രീതിയിലാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ദയനീയമായിട്ടൊരു പരാജയം. ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ചതാണ് മുംബൈ ഒരു തിരിച്ചുവരവ്. അവരുടെ പ്ലേ ഓഫ് സാധ്യത നിലനിർത്തണമെങ്കിൽ ഇന്നലെ വിജയം അനിവാര്യമായിരുന്നു. ഇന്നലെ നമ്മൾ ജനം ടിവിയിൽ തന്നെ ആ കാര്യം ചർച്ച ചെയ്തതാണ്. പക്ഷെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആശങ്ക വരുന്നത് ഇന്ത്യൻ ടീമിലെ താരങ്ങൾ, പ്രത്യേകിച്ച് ഹാർദിക് പാണ്ഡ്യ, രോഹിത് ശർമ്മ, കൂടാതെ ബുംറയെ പോലുള്ള. ബുംറ ഇന്നലെ മികച്ച രീതിയിൽ 3 വിക്കറ്റ് എടുത്തു. അദ്ദേഹം നന്നായിട്ട് പന്തെറിഞ്ഞു. പക്ഷെ മറ്റുള്ള താരങ്ങളുടെയൊക്കെ പെർഫോമൻസ് തീർത്തും ആശങ്ക ജനിപ്പിക്കുന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് ക്യാപ്റ്റനായിട്ടുള്ള രോഹിത് ശർമ്മയുടെയും വൈസ് ക്യാപ്റ്റനുള്ള ഹാർദിക് പാണ്ഡ്യയുടെയും ഇന്നലെ വളരെ ദയനീയമായിട്ട്, പ്രത്യേകിച്ച് ചെറിയൊരു ടോട്ടലിന് കൊൽക്കത്തയെ തളയ്ക്കാൻ സാധിച്ചെങ്കിലും ഇന്നലെ മറുപടി ബാറ്റിംഗ് ആണ്. ഇഷാൻ കിഷൻ ആയാലും രോഹിത് ശർമ്മ ആയാലും സൂര്യകുമാർ യാദവിനെ ആശ്വസിക്കാം, അദ്ദേഹത്തിന്റെ ഒരു അർദ്ധ സെഞ്ചുറി. മറുവശത്ത് എല്ലാ രീതിയിലും അവർ പരാജയപ്പെടുന്ന ഒരു കാഴ്ച. ഇത്ര മികച്ച ഒരു ടീം, ഏറ്റവും നന്നായിട്ട് കളിക്കാൻ കഴിവുള്ള താരങ്ങൾ, അവർക്ക് എന്താണ് സംഭവിച്ചത്? തീർച്ചയായിട്ടും പ്ലേ ഓഫ് സാധ്യത പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് മുംബൈയിൽ നിന്നും ഒരിക്കലും ആരാധകർ ഇന്നലെ അത് പ്രതീക്ഷിച്ചില്ല. പ്രത്യേകിച്ച് വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഇന്നലെ ബോളർമാർക്ക് പിച്ച് അനുകൂലമായിരുന്നു എന്ന് തന്നെ വിശേഷിപ്പിക്കണം. കാരണം കൊൽക്കത്ത ബാറ്റ് ചെയ്തപ്പോഴും ബോളർമാർക്ക് നല്ല, തുഷാരയെ പോലെയുള്ള ബോളർമാർ വളരെ മികച്ച രീതിയിൽ പന്തെറിയാൻ സാധിച്ചു. ഒരു ചെറിയ ടോട്ടൽ T20 169 എന്നൊക്കെ പറഞ്ഞ ഒരു വലിയ ടോട്ടൽ അല്ല. പക്ഷെ ഇന്നലെ ആ ചെറിയ ടോട്ടലിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് കൊൽക്കത്തയുടെ ഉജ്ജ്വലമായിട്ടുള്ള ബോളിംഗ് പ്രകടനം അത് എടുത്തു പറയേണ്ടതാണ്. എന്തായാലും മുംബൈയുടെ പെർഫോമൻസ്, പ്രത്യേകിച്ച് ഭാരതത്തിന്റെ താരങ്ങൾ, പൂർണ്ണമായിട്ടും ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും അടങ്ങുന്ന താരങ്ങളുടെ പെർഫോമൻസ് വളരെയേറെ ആശങ്ക ജനിപ്പിക്കുന്നതാണെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല സാർ, കാരണം നമുക്കറിയാം ഇന്നലത്തെ മത്സരത്തിൽ മുംബൈയുടെ ടീം പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും, അതായത് രോഹിത് ശർമ്മയും ഉണ്ട്, ഹാർദിക് പാണ്ഡ്യയും ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ടീമിലുള്ള ജസ്പ്രീത് ബുംറയും ഉണ്ട് ടീമിൽ.
അതുപോലെ സൂര്യകുമാർ യാദവ് ഉണ്ട്. അതായത് T20 ലോകകപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ടീമിലുണ്ടായിരുന്ന 4 താരങ്ങളോളം മുംബൈ ഇന്ത്യൻസിന് വേണ്ടി നിലവിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രകടനം മുംബൈയുടെ ടീമിലെ ഇത്തരത്തിൽ ലോകകപ്പിൽ കളിക്കുന്ന താരങ്ങളെല്ലാം മുംബൈ ടീമിലുണ്ട്. പക്ഷേ ഇത് നാഷണൽ ടീമിലേക്ക്, അതായത് ഇന്ത്യൻ ടീമിലേക്ക് വരുമ്പോൾ ഇവരുടെ പ്രകടനം ഇത്രത്തോളം നിർണായകമായില്ലെങ്കിൽ ഒരുപക്ഷെ അത് ഇന്ത്യൻ ടീമിന് ഒരു ദുർബലമായ ഒരു അവസ്ഥ ഉണ്ടാക്കില്ല. അത് മാത്രമല്ല, നമുക്കറിയാം ഇന്നലത്തെ മത്സരത്തിൽ കൊൽക്കത്തയ്ക്ക് വേണ്ടി മിച്ചൽ സ്റ്റാർക്ക് മികച്ച ഒരു പ്രകടനം പുറത്തെടുത്തിരുന്നു. അപ്പോൾ ഓസ്ട്രേലിയ അവരുടെ ലോകകപ്പ് തയ്യാറെടുപ്പുകൾ ഇതിനോടകം തുടങ്ങിയെന്ന് നമുക്ക് അതിലൂടെ കണക്കാക്കാൻ സാധിക്കില്ലേ? ഓസ്ട്രേലിയ ലോകകപ്പിന് കളിക്കുകയാണെങ്കിൽ അവർ ടീമിന് വേണ്ടി അവരുടെ താരങ്ങൾ കളിക്കും. പക്ഷെ നമ്മുടെ താരങ്ങളുടെ പെർഫോമൻസ് അങ്ങനെയല്ല. അതാണ് ഒരു വ്യത്യാസം വരുന്നത്. അവര് ഓസ്ട്രേലിയൻ താരങ്ങളുടെ ഒരു പ്രത്യേകത, IPL മികച്ച പെർഫോമൻസ് ഉണ്ടെങ്കിൽ അതിലും കൂടുതൽ പെർഫോമൻസ് ആയിരിക്കും അവര് ലോകകപ്പിന് സ്വന്തം രാജ്യത്തിന് വേണ്ടി കളിക്കുമ്പോൾ പുറത്തെടുക്കുക. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ എടുത്തു പറയേണ്ടത്, ഇപ്പൊ ട്രാവിസ് ഹെഡിനെ പോലെയുള്ള താരങ്ങളൊക്കെ കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ കണ്ടതാണ്. അവരുടെ ആ പെർഫോമൻസ് മികവ് അത് ലോകകപ്പിന് പൂർവാധികം ശക്തിയായിട്ട് അവർ പുറത്തെടുക്കുന്നു. അതുപോലെ ഓസ്ട്രേലിയൻ താരങ്ങൾ, ഇപ്പൊ പാറ്റ് കമ്മിൻസിന്റെ ഉദാഹരണം, ഓസ്ട്രേലിയ നയിക്കുന്ന ക്യാപ്റ്റനാണ്, സൺറൈസേഴ്സിന്റെ ക്യാപ്റ്റനാണ്. അദ്ദേഹത്തിന്റെ ആ പ്രകടനം എല്ലാം വിലയിരുത്തുകയാണെങ്കിൽ അവര് ഓസ്ട്രേലിയൻ ടീം IPL ഒരു ലോകകപ്പ് വേണ്ടി തയ്യാറെടുക്കുന്ന രീതിയിൽ മികച്ച രീതിയിൽ താരങ്ങൾ മാറുന്നു എന്നുള്ളത് എടുത്തു പറയണം. പക്ഷെ മറുവശത്ത് നമുക്ക് തീർച്ചയായിട്ടും ഇന്ത്യക്ക് അല്ലെങ്കിൽ ഭാരതത്തിന് ആശങ്ക ജനിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഈ ടീമിൽ കളിക്കുന്ന താരങ്ങൾ, ഭാരതത്തിന് വേണ്ടി സെലക്ട് ആയിട്ടുള്ള താരങ്ങളുടെ പെർഫോമൻസ് ഇല്ലായ്മ. അതൊരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. അവരിനി എങ്ങനെയാണ് ലോകകപ്പ് പോലെയുള്ള ഒരു വലിയ വേദിയിൽ അവരുടെ പെർഫോമൻസ് മികവ് പുറത്തെടുക്കാൻ സാധിക്കുക? എന്തായാലും ഇനിയുള്ള മത്സരങ്ങളിലെല്ലാം തന്നെ ഇവര് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് അവരുടെ കോൺഫിഡൻസ് ലെവല് പുറത്തെടുക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ പല താരങ്ങളും, ഇപ്പൊ നമ്മൾ 15 അംഗ ടീമുകൾ എടുക്കുകയാണെങ്കിൽ ഒരു മികച്ച രീതിയിൽ ലോകകപ്പ് ടീമിൽ സെലക്ട് ആയിട്ടുള്ള ഇന്ത്യൻ താരങ്ങളുടെ പെർഫോമൻസ് ഒരിക്കലും ഒരു നിലവാരത്തിലോട്ട് ഉയർന്നിട്ടില്ല. ജസ്പ്രീത് ബുംറ, അദ്ദേഹം ലോകോത്തര ബോളറാണ്. അദ്ദേഹം ഇന്നലെ മികച്ച രീതിയിൽ പന്തെറിഞ്ഞു എന്നുള്ളത് ആശ്വസിക്കാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിലോട്ട് വരികയാണെങ്കിൽ ഇന്ന് IPL ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടമാണ്. പ്ലേ ഓഫ് സാധ്യത നിലനിർത്താൻ ഇരു ടീമുകൾക്കും വിജയം അനിവാര്യമാണ്. അവസാന 2 മത്സരങ്ങൾ വിജയിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ബംഗളൂരു. അതേസമയം തുടർച്ചയായ 2 മത്സരങ്ങളിലും പരാജയപ്പെട്ടതിന്റെ ക്ഷീണത്തിലാണ് ഗുജറാത്ത്. രാത്രി 7:30 ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം. അപ്പോൾ ഈ ഒരു മത്സരത്തിന്റെ ഗതി പരിശോധിക്കുകയാണെങ്കിൽ ഏതാണ്ട് പ്ലേ ഓഫ് പ്രതീക്ഷകൾ അസ്തമിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും അവർക്ക് പേപ്പറിൽ ഇനിയും പ്ലേ ഓഫിലേക്ക് എത്താനൊരു സാധ്യതയുണ്ട് ഇരു ടീമുകൾക്കും. അങ്ങനെയാണെങ്കിൽ ഈ മത്സരം ഈ ഇരു ടീമുകൾക്കും എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്? 2 ടീമുകൾക്കും നിർണായകമാണ്. കൂടുതലും ഗുജറാത്തിനാണ്. കാരണം അവര് പോയിന്റ് നിലവാരത്തിൽ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിലും മുകളിലാണുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒരു വിജയം വന്നു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ സാധ്യത വരുന്നു. മറുവശത്ത് എനിക്ക് തോന്നുന്നു സിറാജ് അല്ലെങ്കിൽ വിരാട് കോഹ്ലി, ഇവര് രണ്ടുപേരുടെയും പെർഫോമൻസ് വളരെ, കിങ് കോഹ്ലി എന്നും അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് നിലവാരം, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഇന്നിങ്സുകളൊക്കെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തിഗതമായ സ്കോർ, അത് ഞാൻ എടുത്തു പറയുന്നു, ടീമിന് വേണ്ടിയല്ല, വ്യക്തിഗതമായ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ്, അദ്ദേഹത്തിന്റെ ഫോം അദ്ദേഹം പുറത്തെടുത്തിട്ടുണ്ട്. പക്ഷെ സിറാജിന്റെ ബോളിംഗ് ഒക്കെ പുറത്ത് മികച്ച രീതിയിൽ വരേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഒരു വേദിയാണ് ഈ സിറാജിനും വിരാട് കോഹ്ലിക്കെല്ലാം. അവരുടെ ഫോം മികവ് തുടർച്ചയായിട്ട് പെർഫോം ചെയ്ത് ലോകകപ്പ് വരുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ കളിക്കാൻ കഴിയുന്ന രീതിയിൽ. ബാംഗ്ലൂരിന്റെ കാര്യങ്ങൾ പരിങ്ങലിലാണെങ്കിലും ഓരോ വിജയം അട്ടിമറി മറ്റുള്ള മത്സരങ്ങളെല്ലാം ആശ്രയിച്ചായിരിക്കും അവരുടെ പ്ലേ ഓഫ് സാധ്യത. എങ്കിലും ഇന്ന് ശുഭ്മാൻ ഗിൽ നയിക്കുന്ന ടീം, അത് മാത്രമല്ല ഗുജറാത്തിന് ഒരു തിരിച്ചുവരവിന്റെ പാതയിലോട്ട് വരേണ്ടിയിരിക്കുന്നു. ടീം മികച്ചതാണ്. ഒരു നല്ല മത്സരം, IPL എല്ലാ മത്സരങ്ങളും ഇപ്പോ വളരെ വളരെ ക്ലോസ് ആയിട്ട് മാറുകയാണ്. നമ്മളെല്ലാ മത്സരങ്ങളെ നോക്കുകയാണെങ്കിൽ വളരെ ക്ലോസ് ആയിട്ട്, കഴിഞ്ഞ മത്സരം നോക്കുകയാണെങ്കിലും ഈ മത്സരം എല്ലാ രീതിയിലും മികച്ച മത്സരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്നും അത് തന്നെ പ്രതീക്ഷിക്കാം. മികച്ച ടീം, പ്രത്യേകിച്ച് ഗുജറാത്ത് ആയാലും RCB ആയാലും അവരുടെ പ്ലേയേഴ്സ് അവരുടെ പെർഫോമൻസ് പുറത്തെടുത്ത് നല്ല രീതിയിലുള്ള നല്ല മത്സരം നമുക്ക് കാണാൻ സാധിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതുമാത്രമല്ല സാർ, കാരണം നമുക്ക് വിരാട് കോഹ്ലിയുടെ ഒരു ബാറ്റിംഗ് പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം മികച്ച രീതിയിലാണ് IPL ഉടനീളം ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം 500-ന് മുകളിൽ റൺസ് അദ്ദേഹം ഇതിനോടകം തന്നെ സ്കോർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം, അതായത് IPL തന്നെ മികച്ച റെക്കോർഡുകളുള്ള താരമാണ് വിരാട് കോഹ്ലി. പക്ഷേ അദ്ദേഹത്തിന് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്ലോ ബാറ്റിങ്ങിൽ അദ്ദേഹം പലപ്പോഴും വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ
ടീം വിജയിക്കുകയോ അല്ലെങ്കിൽ ടീം വിജയത്തിന് തൊട്ടടുത്ത് അതായത് 190 മുകളിലൊക്കെ റൺസ് നേടുന്ന ഒരു സാഹചര്യം, അത് അത്രത്തോളം റൺസേ RCBക്ക് നേടുവാൻ സാധിക്കുന്നുള്ളൂ. അതിൽ വിരാട് കോഹ്ലിയുടെ ആ ഒരു ബാറ്റിംഗ് സ്ലോയെ പലതരത്തിലും അന്താരാഷ്ട്ര ക്രിക്കറ്റ് വിദഗ്ധരെല്ലാം പലതരത്തിലും വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു വിമർശനം വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗിൽ യഥാർത്ഥത്തിൽ അത് പ്രകടമാണോ? വളരെ വ്യക്തമാണ്. കാരണം ഒരു ബാറ്റർ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇന്ത്യയുടെ മുൻ നായകനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് മത്സരത്തെ വിജയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഇന്നിങ്സ് ആണ്. സ്വന്തം പെർഫോമൻസിന്റെ മികവ് തീർച്ചയായിട്ടും വേണം, പക്ഷെ അതിലും ഉപരിയായിട്ട് ഒരു താരം ഒരു ടീമിന് വിജയത്തിലോട്ട് എത്തിക്കണം. ഇവിടെ രാജസ്ഥാൻ റോയൽസിന്റെ താരങ്ങളുടെ ഉദാഹരണമാണ്. കാരണം ഓരോ താരവും നമ്മൾ എടുത്തു പറയേണ്ട ആ 11 താരങ്ങളുടെ പേരെടുത്ത് പറയേണ്ട കാര്യമില്ല, എങ്കിൽ തന്നെയും ഓരോ താരവും ടീമിന് വിജയത്തിലോട്ട് എത്തിക്കുന്നു. പക്ഷെ വിരാട് കോഹ്ലിയെ പോലെയുള്ള ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരത്തിന് ഒരു മത്സരത്തെ ടീമിനെ വിജയത്തിലോട്ട് എത്തിക്കാൻ കഴിയാത്തതും സ്വന്തം പെർഫോമൻസിന് വേണ്ടി കളിക്കുന്ന ശൈലിയിലോട്ട് പോകുമ്പോഴാണ് ഈ വിമർശനങ്ങൾ വരുന്നത്. അദ്ദേഹം അതൊക്കെ മറികടക്കുന്നറിയാം. പക്ഷെ എല്ലാവരും ഉറ്റുനോക്കുന്നത് വിരാട് കോഹ്ലി IPL പെർഫോമൻസിലും ഉപരിയായിട്ട് അദ്ദേഹത്തിന്റെ ലോകകപ്പ് T20 പെർഫോമൻസ് ആണ്. എന്തായാലും അദ്ദേഹത്തിന്റെ കരിയറിന്റെ അവസാന ഘട്ടത്തിലോട്ടൊക്കെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്ത് ഇന്ത്യയെ ലോകകപ്പ് കിരീടം ചൂടിക്കുക എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അടുത്ത കടമ്പ. അത് മാത്രമല്ല സാർ, നമുക്ക് ഇന്നത്തെ മത്സരം തന്നെ വീണ്ടും പരിശോധിക്കുകയാണെങ്കിൽ, അതായത് ഗുജറാത്തും RCBയും തമ്മിലാണ് മത്സരം. അങ്ങനെയാണെങ്കിൽ അതായത് IPLൽ വലിയ സ്കോറുകൾ പിറക്കുന്നത്, അതായത് 200 മുകളിൽ സ്കോറുകൾ പിറക്കുന്നത് ഇപ്പോൾ സർവ്വസാധാരണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇരു ടീമിനുമാണെങ്കിൽ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ബാറ്റ്സ്മാൻമാരുടെ ഒരു നീണ്ട നിരയുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ എത്രത്തോളം ഉയർന്ന സ്കോറാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അല്ല, ഇപ്പൊ പല മത്സരങ്ങളും നോക്കുകയാണെങ്കിൽ, ഇന്നലത്തെ മത്സരം നോക്കുകയാണെങ്കിൽ ബോളർമാർക്ക് അനുകൂലമായിരുന്നു. അപ്പൊ ക്യൂറേറ്ററും പിച്ചും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഇപ്പൊ ഇരു ടീമുകളും സമാനമായ പോയിന്റ് നിലവാരത്തിലാണ് പോകുന്നത്. അപ്പൊ ഇരു ടീമുകളുടെയും പെർഫോമൻസ് അവർ വിജയിച്ചാൽ മാത്രമേ അവർക്ക് പ്ലേ ഓഫ് എന്നുള്ള ഒരു സ്വപ്നം കാണാൻ സാധിക്കുകയുള്ളൂ. ഒരിക്കലും ഒരു ബോളർമാർക്ക് അനുകൂലമാവുന്ന ഒരു പിച്ച് ഒരുക്കാൻ തയ്യാറാവുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് റൺസ് ഒഴുകുന്ന ഒരു പിച്ച് തന്നെയായിരിക്കും നമുക്ക് ഇന്നും കാണാൻ സാധിക്കുക. കാരണം 200-ലധികം അനായാസം എല്ലാ മത്സരങ്ങളിലും വരുന്നു. 1-2 മത്സരങ്ങൾ മാത്രമാണ് 150, 160 എന്നുള്ളൊരു സ്കോറിലോട്ടൊക്കെ പോകുന്നത്. അപ്പൊ ഇന്നത്തെ മത്സരം നോക്കുകയാണെങ്കിൽ ഇരു ടീമുകളും ഒരു തുല്യ സാധ്യത ഉള്ളതുകൊണ്ട് ഒരിക്കലും ബോളർമാർക്ക് അനുകൂലമാവുന്ന ഒരു പിച്ച് ഒരുക്കുമെന്ന് കരുതുന്നില്ല. അത് തന്നെയാണ് ഏതായാലും RCBയെ സംബന്ധിച്ചിടത്തോളം അവർക്കും വിജയിക്കണം. ഗുജറാത്ത് ആകട്ടെ ഒരു 4 വിജയമുള്ളതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് ഗുജറാത്ത്. RCBക്കാകട്ടെ 3 വിജയം. അവർക്കിനി മറ്റു ടീമുകളുടെ പ്രകടനത്തിനെയും ആശ്രയിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്ന് തന്നെയാലും ഇന്നത്തെ മത്സരം മികച്ച രീതിയിലൊരു മത്സരം നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു. മാത്രമല്ല നമുക്കറിയാം വിരാട് കോഹ്ലിയുടെ അടക്കം ഫോം ലോകകപ്പിന് മുമ്പ് പലതവണ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ സ്ലോ ബാറ്റിംഗ് നിരക്കും അതുമാത്രമല്ല ബൗളർമാരുടെ, അതായത് RCBനെ, ഇപ്പോൾ സാറിനോട് ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. RCB ബൗളർമാരുടെ കാര്യം പറയുമ്പോൾ, അതായത് മുഹമ്മദ് സിറാജ് എന്ന് പറയുന്ന ഇന്ത്യയുടെ തന്നെ എക്കാലത്തെ മികച്ച ഒരു ബൗളറാണ്. അപ്പോൾ അദ്ദേഹത്തിനും ഈ IPLൽ കാര്യമായ രീതിയിൽ തിളങ്ങാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല വലിയ രീതിയിൽ റൺസ് വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മത്സരങ്ങളിൽ ജസ്പ്രീത് ബുംറ മുംബൈ പരാജയപ്പെടുകയാണെങ്കിൽ പോലും മികച്ച രീതിയിൽ പന്തെറിയുന്നുണ്ട്, അതായത് അധികം റൺസ് വിട്ടുകൊടുക്കുന്നില്ല. പക്ഷേ മുഹമ്മദ് സിറാജിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല, അദ്ദേഹം ധാരാളം റൺസ് വിട്ടുകൊടുക്കുന്നു. അതിപ്പോൾ ലോകകപ്പ് മത്സരങ്ങൾ ഇനി വരുന്ന സാഹചര്യത്തിൽ അത്തരത്തിൽ റൺസ് വഴങ്ങുന്നത് ഒരു പക്ഷേ ടീം ഇന്ത്യക്ക് ഗുണം ചെയ്യില്ലല്ലോ. ഒരിക്കലുമില്ല. അവിടെയാണ് സെലക്ടർമാർക്ക് ഒരു ഐ ഓപ്പണറായി. കഴിഞ്ഞ മത്സരം നമ്മളത് ചർച്ച ചെയ്താണ്. ഭുവനേശ്വർ കുമാറിനെമാരെ പോലെയുള്ള വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് നല്ല രീതിയിൽ പന്തെറിയുന്ന ബോളർമാർ ടീമിലില്ല. പക്ഷെ സിറാജിന്റെ കാര്യം അങ്ങനെയല്ല. സിറാജ് ഈ IPL ഉടനീളം റണ്ണുകൾ വഴങ്ങുന്നു, വിക്കറ്റുകൾ എടുക്കുന്നില്ല, ഒരു മാച്ച് വിന്നർ ആയിട്ട് അദ്ദേഹത്തിന് മാറാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിന് ഇനിയുള്ള മത്സരങ്ങൾ, പ്രത്യേകിച്ച് ഇന്നോട്ടുള്ള മത്സരങ്ങൾ, അദ്ദേഹത്തിന്റെ ആ റിതം കണ്ടെടുത്തേണ്ടിയിരിക്കുന്നു. അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് എഫക്ട് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ ബൗളർമാരുടെ കാര്യമാണ്. ബുംറയുണ്ട്, തീർച്ചയായിട്ടും സിറാജ് കളിക്കുകയാണെങ്കിൽ വെസ്റ്റ് ഇൻഡീസ് പോലെയുള്ള പിച്ചിൽ അദ്ദേഹത്തിന്റെ ബോളിംഗ് മികവ് പുറത്തെടുക്കേണ്ടിയിരിക്കുന്നു. ഒരു കാരണം കൂടെ ഞാൻ പറയാം. 3 ലെഫ്റ്റ് ആം സ്പിന്നേഴ്സ് ആണ് ഇന്ത്യൻ ടീമിലുള്ളത്. ഈ 3 ലെഫ്റ്റ് ആം സ്പിന്നേഴ്സിനെ എന്തിനാണ് എടുത്തത്? ജഡേജയുണ്ട്, കൂടാതെ അക്സർ പട്ടേലിനെ എടുത്തിരിക്കുന്നു, കുൽദീപ് യാദവിനെ എടുത്തിരുന്നു. അതിന് പകരമായിട്ട് റിങ്കു സിംഗിനെയോ അല്ലെങ്കിൽ ഒരു ബാറ്ററിനെ ഇൻക്ലൂഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു മികച്ച രീതിയിൽ എറിയുന്ന പന്തെറിയാൻ കഴിവുള്ള ഫാസ്റ്റ് ബോളർമാരെ ഇൻക്ലൂഡ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ പോകുമെന്ന് വേണം പറയാൻ. കാരണം ഇനി ലോകകപ്പ് വരുന്നത് വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലുമാണ്. അവിടെ സ്പിന്നിന് അനുകൂലമാവുന്ന ഒരു പിച്ച് ഒരുക്കുമെന്ന് ഒരിക്കലും നമ്മൾ കരുതുന്നില്ല. അതുകൊണ്ട് സിറാജിനെ പോലെയുള്ള ബോളർമാർക്ക്
അവരുടെ ഋതവും കണ്ടെടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് അഫക്ട് ചെയ്യാൻ പോകുന്ന ഭാരതത്തിന് തന്നെയാണ്. വളരെ വ്യക്തമാണ് സാർ. നമുക്കറിയാം ബോളിംഗിൽ മികച്ച രീതിയിലുള്ള ഒരു പ്രകടനം പുറത്തെടുത്തില്ലെങ്കിൽ അത് ടീം ഇന്ത്യക്കും ഗുണകരമല്ല. IPL-ലും ബോളർമാർക്ക് അനുകൂലമായ പിച്ചല്ല ഒരുക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട്. എന്തുതന്നെയായാലും ഇന്നത്തെ മത്സരത്തിൽ എത്രത്തോളം ഉയർന്ന സ്കോർ വരുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തുതന്നെയായാലും അതായത് ഇന്നത്തെ മത്സരം തീർത്തും ആവേശകരമായ മത്സരമാണ്. ഇരു ടീമുകൾക്കും നിർണായകരമായ മത്സരമാണ്. എന്തുതന്നെയായാലും IPL ആവേശത്തിൻ്റെ ഇന്നത്തെ ഇത് ഇവിടെ തീരുകയാണ്. നാളെ IPL ആവേശം, അതായത് ബംഗളൂരു ഗുജറാത്ത് പോരാട്ടത്തിലെ വിജയികളെ നമുക്ക് ഇന്നറിയാം. അപ്പോൾ ആ വിവരങ്ങളുമായി നാളെ IPL ആവേശം വീണ്ടും ചേരും. അതുവരേക്കും നമസ്തേ.